നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ അതിൻ്റെ അവസാന ആഴ്ചയിലേക്ക് വരികയാണ്. നിലവിൽ 6 പേരാണ് ഉള്ളത്. നമ്മുടെ ജിൻഡോ, ജാസ്മിന്, പിന്നെ അർജുന്, അഭിഷേക്, ഋഷി, അതോടൊപ്പം ശ്രീതു. ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ അവസാന 6ലേക്ക് വന്നിരിക്കുന്നത്. ഒരു പരിധി വരെ സിജോയേക്കാളും, അല്ലെങ്കിൽ സിജോ ആയിരുന്നു ശ്രീതുവിനേക്കാളും നല്ല ഒരു മത്സരാർത്ഥി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ ശ്രീതു എങ്ങനെയോ ഫൈനൽ വരെ എത്തി. ഇതിനകത്ത് എനിക്ക് വിജയിക്കാൻ യോഗ്യതയുള്ളവരായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ജിൻഡോയും ജാസ്മിനും അർജുനും, അതോടൊപ്പം തന്നെ ഒരു പരിധി വരെ അഭിഷേകുമാണ്. അഭിഷേകിന് എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ജാസ്മിൻ ജയിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ജാസ്മിൻ റിസ്ക് എടുത്ത് കളിച്ച ഒരാളാണ്, ഫിയർലെസ് ആയിട്ട് കളിച്ച ഒരാളാണ്. ബിഗ് ബോസിൻ്റെ ചരിത്രം തന്നെ, അതായത് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ 5-6 വർഷത്തെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ, 6 വർഷത്തെ ഹിസ്റ്ററി നമ്മൾ നോക്കി അവിടെ വന്നിട്ടുള്ള ഏറ്റവും മികച്ച മത്സരാർത്ഥികളുള്ള ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ലേഡി മത്സരാർത്ഥികളുള്ള ഒരാൾ ജാസ്മിനാണെന്നുള്ള കാര്യത്തിൽ സംശയം എനിക്കില്ല. കാരണം അവർ എത്ര സ്ട്രോങ് ആണ്. അതായത് പിന്നെ ഈ പറയുന്ന പോലെ വൈരാഗ്യം മനസ്സിൽ വെക്കുക ഒന്നുമില്ല. സ്പോർട്ടിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഫിയർലെസ് ആയിട്ട് കളിക്കുന്നു. നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. നല്ലൊരു മത്സരാർത്ഥി. അവരുടെ ഇമേജ് പോലും അവർ ഇമേജിനെ പറ്റി പേടിക്കാതെയാണ് അവർ കളിച്ചത്. പിന്നെ ജിൻഡോയെ സംബന്ധിച്ച് ജിൻഡോ ആദ്യം തൊട്ട് സ്റ്റേബിളായിട്ട്, അത് കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു പുള്ളിക്ക്. ആ ഗെയിം പ്ലാന് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പുള്ളി ആദ്യം തൊട്ടൊരു ഗെയിം പ്ലാനുമായിട്ട് വന്നു, ആ പ്ലാൻ സ്റ്റേബിളായിട്ട് കൊണ്ടുപോയി നൈസായിട്ട് കളിച്ചു, അടിപൊളിയായിരുന്നു. അർജുൻ്റെ കാര്യം പറയുമ്പോൾ, അർജുൻ ഈ പറഞ്ഞ പോലെ നല്ല മത്സരാർത്ഥിയായിരുന്നു. നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ആദ്യ ആഴ്ചകളിലെ സൈലൻ്റ് ആയിട്ട് നിന്ന പരിപാടിയാണെങ്കിലും, പിന്നീട് ലവ് സ്ട്രാറ്റജി ആണെങ്കിലും, ഇപ്പം കളിക്കുന്ന രീതിയാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നമ്മൾ അർജുൻ്റെ ഗെയിം വീക്ഷിക്കണം. ആദ്യം തൊട്ട് ഇവിടം വരെയുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ആദ്യം തൊട്ട് ഇവിടം വരെ പുള്ളി വന്ന രീതി അടിപൊളിയായിരുന്നു. നല്ല ഗെയിമറായിരുന്നു. പിന്നെ അഭിഷേകിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, അഭിഷേകിന് ആദ്യത്തെ ആ മഞ്ഞക്കാട് കിട്ടിയില്ലായിരുന്നു. ഒരുപക്ഷെ അഭിഷേക് ജയിക്കേണ്ട ആളായിരുന്നു. ആ മഞ്ഞക്കാട് അഭിഷേകിനെ തകർത്ത് കളഞ്ഞു. എങ്കിലും ഗെയിംസിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ടാസ്കുകളിൽ ഇത്രയും മനോഹരമായിട്ട് കളിച്ച വേറൊരാൾ ഈ സീസണിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ അത്ര മനോഹരമായിട്ടാണ് പുള്ളി ഓരോ ടാസ്കും ചെയ്തത്. എല്ലാവർക്കും പേടിയായിരുന്നു ഒരു പരിധി വരെ ഈ അഭിഷേകിൻ്റെ കൂടെ കളിക്കാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അത് 4 പേരും 4 തരത്തിലാണ് മികച്ചവർ നമ്മൾ പറയേണ്ടത്. ഇപ്പം ജാസ്മിനാണെങ്കിൽ ജാസ്മിനായിട്ട് തന്നെ നിന്നു, പേടിയില്ലാതെ കളിച്ചു, റിസ്ക് എടുത്തു എന്നുള്ളത് ജാസ്മിൻ്റെ കാര്യം. ജിൻഡോയുടെ ഗെയിം അടിപൊളി ഗെയിമായിരുന്നു. അടിപൊളി ഗെയിം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഗെയിമുമായിട്ട് വന്നു. ഈ പറഞ്ഞ പോലെ അർജുൻ്റെ ആയാലും ഗെയിം അടിപൊളിയായിരുന്നു, കൃത്യമായ പ്ലാനിങ്ങോടെ വന്നു. അഭിഷേക് ഫിസിക്കൽ ടാസ്ക്. എന്തായാലും ഏറ്റവും അർഹിക്കുന്ന ആൾ ജയിക്കട്ടെ. എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മത്സരാർത്ഥി അഭിഷേകായിരുന്നു. പക്ഷേ നിലവിൽ എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പരിധി വരെ ജാസ്മിനാണ്. കാരണം അവരെടുത്ത റിസ്ക് കൊണ്ടാണ്. താങ്ക് യു.